മെമ്പർഷിപ്പ് ഫോറമാണ്. ഇതിന്റെ കളർ പിങ്ക് ആണ്. ഇത് 2022 മെമ്പർഷിപ്പ്. പിങ്ക് പോയി ഇപ്പം പച്ചയായി കേട്ടോ. കാരണം ഇത് വനിതാ ലീഗിന്റെ മെമ്പർഷിപ്പ് അല്ല, ഇത് മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പാണ്. ആ മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പിന്റെ ഞാൻ സ്വർണങ്ങളെല്ലാം കബോർഡുകളിൽ വെച്ചിരിക്കുന്നത്, ലോക്കറുകളിൽ സൂക്ഷിക്കുന്നത്. എന്റെ ഹൃദയത്തിൽ എങ്ങനെയൊക്കെ ഈ മെമ്പർഷിപ്പ് പേപ്പർ സൂക്ഷിച്ചു വെച്ചോ അതേ സ്നേഹത്തോടു കൂടി, അതേ ബഹുമാനത്തോടു കൂടി, അതേ ആത്മസമർപ്പണത്തോടു കൂടിയായിരുന്നു മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെയും വനിതാ ലീഗിനെയും പോഷക സംഘടനകളെയും ഇന്ന് വരെ മുറുക്കി പിടിച്ചത്. ഈ പേപ്പറിന് ഇത്രയും വർഷക്കാലം ഒരു പോറൽ ഏറ്റിട്ടില്ലെങ്കിൽ ഞാൻ പ്രതിദാനം ചെയ്യുന്ന, ഞാൻ കൊണ്ടു നടക്കുന്ന, ഞാൻ വളർത്തിയെടുത്ത ആ വനിതാ ലീഗിനെയും മുസ്ലിം ലീഗിനെയും നെഞ്ചോട് ചേർത്തുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലം പ്രവർത്തിച്ചത്. പാർട്ടിക്ക് അഭിമാനമാവുന്ന രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചത്. പാർട്ടിയിൽ നിന്ന് ഒരു ഫണ്ടുകളും ഒരു ബത്തയും വാങ്ങാറില്ല. സ്വന്തം അധ്വാനിച്ച് എല്ലാവരോടും പറയും, രാഷ്ട്രീയ പ്രവർത്തനം ധനാഗമന മാർഗമല്ല, മറിച്ച് രാഷ്ട്ര സേവനമാണ്. ഇന്ത്യയിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജീവവായുവാണ്. ഒരാൾ എന്ത് ഭക്ഷിക്കണം, ഒരാൾ എന്ത് വസ്ത്രം ധരിക്കണം, ഒരാൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെയാണ് ഭരണഘടന വിഭാവനം ചെയ്ത ആ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങൾ നേടിയെടുത്ത അവകാശങ്ങൾ മുറുക്കെ പിടിച്ച് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് രാഷ്ട്രീയ പ്രവർത്തനം. മറിച്ച് സമ്പാദിക്കാൻ വേണ്ടിയല്ല നമ്മളൊന്നും വനിതാ ലീഗ് ആരും രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്. ഞങ്ങൾക്കൊക്കെ തൊഴിലുണ്ടായിരുന്നു. ഞങ്ങളുടെ തൊഴിലുകളൊക്കെ ഞങ്ങളെല്ലാവരും തൊഴിലിലൂടെയാണ് പാർട്ടി പ്രവർത്തനം നടത്തിയിരുന്നത്. ഒരുപാട് ക്യാമ്പുകൾ നടത്തി. 2015 നാഷണൽ കമ്മിറ്റിക്ക് രൂപം നൽകി എറണാകുളത്ത് വെച്ച്. ആ നാഷണൽ കമ്മിറ്റി നടന്നപ്പം പാർട്ടി നേതൃത്വം എന്നെ നിയോഗിച്ചു. ഒരു സ്ഥാനമാനങ്ങളും ചോദിച്ചു വാങ്ങിയതല്ല, എല്ലാം മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി നൽകിയത് തന്നെയാണ്. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം അതിമനോഹരമായി തന്നെ ഞാൻ ചാലഞ്ച് ചെയ്യുന്നു. എന്നിൽ നിന്ന് വല്ല രീതിയിലെങ്കിലും 10 കൊല്ലം കൗൺസിലറായിരുന്നു, ഒരു ടേമിൽ വനിതാ കമ്മീഷൻ മെമ്പർ ആയിരുന്നു, മറ്റൊന്നും തന്നെ. ഇന്നിപ്പം ചെറിയൊരു വക്കീൽ പോലും നോട്ടറി ആവാൻ എളുപ്പമാണ്. 40 കൊല്ലത്തെ അഭിഭാഷക ജീവിതത്തിൽ സ്ഥായിയായി ഒന്നും തന്നെ പാർട്ടിയോട് ചോദിച്ചു വാങ്ങിയിട്ടില്ല. നോട്ടറി ആയിട്ടില്ല, GP ആയിട്ടില്ല, ഒരു വണ്ടി വാങ്ങിയിട്ടില്ല, ഡ്രൈവറെ വെച്ചിട്ടില്ല. എല്ലാ ഇലക്ഷൻ വർക്കിലും സ്വന്തം ഡ്രൈവ് ചെയ്ത് പോയിട്ടാണ്. ഒരു ഇലക്ഷൻ ഫണ്ട് വാങ്ങാറില്ല. ഇന്ന് പക്ഷേ ഇന്നത്തെ കാലഘട്ടം മാറി. അവിടേക്കാണ് ഞാൻ എത്തുന്നത്. 2018 2 സ്ഥാനം വഹിച്ചിരുന്ന ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഞാൻ മാറിയത്. പക്ഷേ ഇന്ന് 2026 ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇപ്പം സമൂഹ മാധ്യമങ്ങളുടെ കാലഘട്ടമാണ്. ഞാൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ എന്റെ വിഷമങ്ങൾ പങ്കുവെച്ചു. അത് എന്തുകൊണ്ടാണ് പങ്കുവെച്ചെന്ന് വെച്ചാൽ, ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരെ പാർട്ടിയുമായി സംവദിക്കുന്നുണ്ടായിരുന്നു, പാർട്ടി നേതൃത്വവുമായി സംവദിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ ആശയങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇന്ന വ്യക്തികൾ വരാൻ പാടില്ലെന്നതായിരുന്നു ഞങ്ങളുടെ ആവശ്യം. അല്ലാണ്ട് ഞങ്ങൾ വരണമെന്ന് മാത്രമല്ല. അതിലേക്ക് കടക്കാം. അപ്പം ആ സംവദിച്ചിട്ടും ഞങ്ങൾ ഒരു വാക്ക് കേട്ടില്ല, ഞങ്ങളോടൊരു വാക്ക് ചോദിച്ചില്ല, ഞങ്ങളോടൊന്ന് ഒരു രീതിയിലുള്ള ഒരു ബോധ്യപ്പെടുത്തൽ ഞങ്ങളോട് നടത്തിയിട്ടില്ല. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, വനിതാ ലീഗിനെ നിങ്ങളൊക്കെ വിചാരിക്കും പരവതാനിയിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ദേശീയ മുസ്ലിം ലീഗ് കമ്മിറ്റി റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2 വനിതകളെ ദേശീയ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തു. 35 കൊല്ലം കേരള മണ്ണിൽ പണിയെടുത്ത, പാർട്ടിയെ വളർത്തിയ, പാർട്ടിക്ക് ശക്തി പകർന്ന, പാർട്ടിക്ക് മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ പകുതിയിലധികമുള്ള വനിതാ ലീഗുകളെ മാറ്റി നിർത്തിക്കൊണ്ടായിരുന്നു അവര് വനിതാ ലീഗിൽ വന്നു. ശരിയാണ്, ഒരു മുസ്ലിം വനിതയെ പാർട്ടി ദേശീയ തലത്തിലെടുത്തു. അന്നും പാർട്ടിക്കകത്ത് പ്രതികരിച്ചു. പാർട്ടി നിശബ്ദത പാലിക്കാൻ പറഞ്ഞു. കാരണം നിങ്ങൾ എടുത്തോളൂ, നിങ്ങളുടെ സെക്യുലറിസം കാണിക്കണമെങ്കിൽ, നിങ്ങളുടെ മതേതരത്വ മുഖം കാണിക്കണമെങ്കിൽ സ്യൂഡോ സെക്യുലറിസം പാടില്ല. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടമാണ്. ആർട്ടിഫിഷ്യൽ മതേതരത്വം ഒന്നിനും ഭൂഷണമല്ല. മതേതരത്വം ഹൃദയത്തിൽ നിന്ന് വരണം. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരുപോലെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളാനുള്ള ഹൃദയ വിശാലതയാണ് നമുക്ക് ആവശ്യം. അതാണ് ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്. എല്ലായിടത്തും ആർട്ടിഫിഷ്യലാണ്. യഥാർത്ഥത്തിൽ വെർച്വൽ ലോകത്താണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അതിലും ഒരു വനിതയെങ്കിലും വനിതാ ലീഗിന്റെ ദേശീയ കമ്മിറ്റിയിലേക്ക് എടുത്തിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര വനിതാ ലീഗിന്റെ പ്രവർത്തകർ ഹൃദയം പൊട്ടി
പാർട്ടിയുടെ ആ തീരുമാനത്തിൽ ഒരു വനിതയെ നിങ്ങൾ ജംബോ കമ്മിറ്റി ഉണ്ടാക്കി. ദേശീയ തലത്തിൽ മുസ്ലിം ലീഗിന് ജംബോ കമ്മിറ്റി ഉണ്ടാക്കി. പ്രായാധിക്യമുള്ളവരുണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞു, ഒന്നുകിൽ കമറുന്നിസ അൻവർന അല്ലെങ്കിൽ മറിയുമന, പേരിന് നിങ്ങൾ ഇടൂ. ഇല്ല. അപ്പൊ ഞങ്ങൾ എന്തിനാണ് ഞങ്ങൾ അരികുവൽക്കപ്പെടുന്നത്? ഞങ്ങൾ എന്താണ് ഡിസ്ക്വാളിഫിക്കേഷൻ? വനിതാ ലീഗിന് എന്താണ് ഡിസ്ക്വാളിഫിക്കേഷൻ? അത് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയേ മതിയാവൂ. പാർട്ടിയിൽ ഇന്നും നിങ്ങളൊക്കെ നോക്കിയാൽ മതി, ഇലക്ഷൻ തെരഞ്ഞെടുപ്പിൽ മുഴുവനും വനിതാ ലീഗുകളാ. അവരെത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവരെത്രമാത്രം ബൂത്തിൽ വരെ ഇരിക്കാൻ പ്രാപ്തരായ വനിതകൾ ഞങ്ങൾക്കുണ്ട് എന്ന് നമുക്ക് അഭിമാനിക്കാം. പക്ഷെ ഇന്ന് നമുക്ക് കാണുന്നത്, സോഷ്യൽ മീഡിയയിൽ എന്റെ പ്രതികരണം വന്നപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ കൂലി എഴുത്തുകാരും തന്നെ ഞാൻ പറയും, പണ്ടൊക്കെ കൊട്ടേഷൻ സംഘങ്ങളെ വളർത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷെ ആ കൊട്ടേഷൻ സംഘങ്ങളെ കൊണ്ട് തന്നെയാണ് പലപ്പോഴും അവരുടെ നാശവും വിധിക്കാൻ. ഈ സമൂഹ മാധ്യമങ്ങൾ ഇന്ന് സമൂഹത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 50 വയസ്സിന് മേലെയുള്ളവർ ഇതൊന്നും നിരീക്ഷിക്കുന്നില്ല. 50 വയസ്സിന് മേലെയുള്ളവർ ഇത് മനസ്സിലാക്കുന്നില്ല, എന്താണ് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്നത് എന്ന്, ഇതിന്റെ ഹാൻഡിൽ എവിടെയാണെന്ന്, ഇത് എഴുതപ്പെടുന്നത് ആരാണെന്ന്, ഇത് ഏത് ഗ്രൂപ്പിന്റേതാണെന്ന്. സത്യം പറയുക, പലതും നമ്മുടെ പാർട്ടി മീറ്റിങ്ങുകളിൽ ഞാൻ പങ്കുവെക്കുമ്പോൾ പലർക്കും അറിയുന്നില്ല. ഒരാളുടെ പ്രവർത്തനം വിലയിരുത്തണമെങ്കിൽ ഇത് നിരീക്ഷിക്കണ്ടേ? സമൂഹ മാധ്യമങ്ങളിൽ എന്നോട് ചോദിച്ചു, നമ്മുടെ നെജ്മ തസ്ബീരയുടെ ഹസ്ബൻഡാണ് എഴുതിയത്, നിങ്ങളുടെ ഇത് നിഷാദ് വള്ളുവൻ, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. നിങ്ങളുടെ കഴിവുകേട് ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും കാലം സ്ത്രീകൾക്ക് അർഹമായ പരിഗണന ലഭിക്കാതെ പോയത്. എന്റെ മാന്യ സഹോദര, നിങ്ങളുടെ ഭാര്യ ജനിക്കുന്നതിനേക്കാളും മുമ്പ് ഞങ്ങൾ ഈ പ്രവർത്തനം തുടങ്ങിയതാണ്. ആവശ്യമുള്ളത് അനുസരിക്കാനും അവകാശപ്പെട്ട അവകാശങ്ങൾ താൻ പ്രതിദാനം ചെയ്യുന്ന സമൂഹത്തിന് നൽകേണ്ടവരെ ബോധ്യപ്പെടുത്തി അത് വാങ്ങിക്കൊടുക്കുവാനുമുള്ള നേതൃപാടവം നിങ്ങൾക്കില്ലാതെ പോയി. ശരിയാണ്, ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് പണാധിപത്യമില്ല, ഞങ്ങൾക്ക് ബ്ലാക്ക് മെയിലിംഗ് ടാക്ടിക്സ് അറിയില്ല, ഞങ്ങൾക്ക് കുറ്റാരോപണം ഉന്നയിക്കാൻ അറിയില്ല. ഞങ്ങൾ ഇവിടെ വളരെ വിനയത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഞങ്ങളുടെ നേതൃത്വത്തോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇത്രയും കാലത്തെ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് വളരെ നല്ല പെരുമാറ്റമാണ് ഞങ്ങളുടെ നേതൃത്വത്തിൽ നിന്നുണ്ടായത്. ഞങ്ങൾക്ക് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല. ഒരു വിധത്തിലുള്ള ലൈംഗിക ആരോപണങ്ങളും ഉന്നയിക്കാനുള്ള ഒരു അവസരം പോലും ഞങ്ങൾക്കുണ്ടായിട്ടില്ല. അങ്ങനെയുള്ളൊരു പാർട്ടിയിലാണ് 3 പെൺകുട്ടികൾ ഒരു സുപ്രഭാതത്തിൽ വന്നൊരു ലൈംഗിക ആരോപണം നടത്തുന്നു, ഈ ഫേസ്ബുക്ക് ഇട്ട ആളുടെ ഭാര്യ അടക്കം. അന്ന് മാധ്യമങ്ങളൊക്കെ വളരെ ഘോരഘോരം അവരെ പുകഴ്ത്തിക്കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് വന്നു. അന്നും ഞാൻ എന്റെ സ്റ്റാൻഡ് വ്യക്തമാക്കി, നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയല്ല. ഈ ലൈംഗിക ആരോപണം സത്യമാണെങ്കിൽ അത് അവർ ഏതറ്റം വരെയും ഫൈറ്റ് ചെയ്യണം. അവിടെയാണ് സ്ത്രീത്വം, ഫൈറ്റിംഗ് സ്പിരിറ്റ് ആണ് സ്ത്രീത്വം. നമ്മുടെ മുമ്പിൽ കേരളത്തിനറിയാലോ, ആക്രമിക്കപ്പെട്ട ഒരു നടി, അവരെത്രമാത്രം ബുദ്ധിമുട്ടുണ്ടായിട്ടും അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്താ പറയുന്നത്? സ്ത്രീയുടെ ലൈംഗിക ആരോപണം എന്ന് പറയുമ്പം അതൊരു സ്ത്രീക്ക് മാത്രം നേരിടുന്നതല്ല, കേരളത്തിലെ മുഴുവൻ സഹോദരിമാർക്കും ഉണ്ടാവുന്നതിന് തുല്യമാണ്. പ്രത്യേകിച്ച് ഒരു പൊതുപ്രവർത്തക, രാഷ്ട്രീയ പ്രവർത്തക, വളർന്നു വരുന്ന തലമുറ, അതിലൊരു ലൈംഗിക ആരോപണം ഉണ്ടായ സമയത്ത് എല്ലാ മീഡിയാസും അത് സത്യമാണെന്നോ എന്താ സത്യം എന്താ അസത്യം എന്താന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആ ആരോപണം ഉണ്ടായപ്പോൾ അവർ കോടതി വരെ എത്തി. കോടതിയിൽ എന്താ ഉണ്ടായത്? ഒരു മടിയുമില്ലാതെ അത് പിൻവലിക്കേണ്ട ഗതികേട് വന്നില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അബ്ദുസമദ് പൂക്കോട്ടൂർ, ഞാൻ വനിതാ കമ്മീഷൻ മെമ്പറും കുൽസു ടീച്ചർ വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സണും ആയിരിക്കുമ്പോഴാണ് നമ്മുടെ സദസ്സിൽ ഔദ്യോഗികമായി ക്ഷണിച്ചു വന്ന ഒരു വേദിയിൽ വെച്ച് ഞങ്ങളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്. അതിന്റെയൊക്കെ വീഡിയോസ് ഉണ്ട് കേട്ടോ, എല്ലാ ഹാർഡ് കോപ്പി. ഞാൻ ഇവിടെ പറയുന്നതൊന്നും ഹിയർസേ എവിഡൻസ് അല്ല, എല്ലാം എനിക്ക് നേരിട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. അബ്ദുസമദ് പൂക്കോട്ടൂർ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടുന്ന് വേണമെങ്കിൽ മൈക്ക് അങ്ങോട്ടേക്ക് മാറ്റി നിർത്താം, ഞങ്ങളും ക്ഷണിച്ചു വന്നവരാ, വലിഞ്ഞു കയറി വന്നവരല്ല. പക്ഷെ കുൽസു ടീച്ചർ അന്ന് തന്നെ ഇറങ്ങിപ്പോയി, അപ്പൊ തന്നെ ഇറങ്ങിപ്പോയി, ഞാൻ ഇറങ്ങിപ്പോയില്ല. അദ്ദേഹത്തിന്റെ വീഡിയോ ഇന്നും എന്റെ മുന്നിൽ. ബഹുമാന്യനായ അബ്ദുസമദ് പൂക്കോട്ടൂർ സാഹിബിനോട് ഞാൻ ചോദിക്കുന്നു, എവിടെ പോയി നിങ്ങളുടെ ധാർമ്മികത? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വേളയിൽ വനിതകളെ മുസ്ലിം ലീഗിന്റെ വനിതാ പ്രതിനിധികൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് എവിടെ പോയി നിങ്ങളുടെ ആദർശം? ഇന്ന് കൺസോൾട്ടേഷൻ വരാണ്. ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് വർഗീയതയാണ്. അത് ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും
മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത്. മുസ്ലിം ലീഗിന്റെ ബൈലോ വായിക്കുകയാണെങ്കിൽ തന്നെ എന്തിനു വേണ്ടി? മൈനോറിറ്റി പൊളിറ്റിക്സിന് വേണ്ടിയാണ്. മുസ്ലിം സമുദായത്തിനും ന്യൂനപക്ഷ പിന്നോക്ക സമുദായങ്ങൾക്കും നേരിടുന്ന, അല്ലാണ്ട് മുസ്ലിം കൺസോളിഡേഷനോ മുസ്ലിം വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ്സ് ആയിക്കൊണ്ട് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തന രീതിയല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഐഡന്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ, എന്നിട്ട് എല്ലാവരും ഉൾക്കൊള്ളി ഒരു ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് നമ്മുടെ രാജ്യത്തിന് ആവശ്യം. ഇന്ത്യയല്ലേ, ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് മതേതരത്വം വേണ്ടതല്ലേ? അപ്പം അത്ര നമ്മൾ നേരിട്ട ഓരോരോ പ്രശ്നങ്ങളുമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു വലിയ കടപ്പുറത്തുള്ള വേദിയിൽ വെച്ച് ഖമറുന്നിസ അൻവറിനെ പ്രസംഗിക്കാൻ സമ്മതിച്ചില്ല, ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ പറയാം. അതെ, ഇന്ന് എത്തി കേട്ടോ, ഇന്ന് ഇവിടെ എത്തി നമ്മൾ. ഓക്കെ, യെസ്, തീരുമാനം പറയാം. എല്ലാവർക്കും ആകാംക്ഷ, ഞങ്ങൾ നേരിട്ടത് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം അല്ല, ഇന്നത്തെ സമൂഹ മാധ്യമങ്ങളിൽ ഞങ്ങളൊന്നും ചെയ്തില്ല, അതാണ് ഞങ്ങളെ പ്രകോപിപ്പിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ പറയുന്നത് നിങ്ങൾ മുനീർ സാഹിബിന എങ്ങനെ മാറ്റി നിർത്തി പറയാം. എന്റെ സഹോദരങ്ങൾക്ക് അറിയേണ്ടത് എന്താണ് വേണ്ടതെന്നുള്ളത്. സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ പറയാൻ സമ്മതിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രയും കാലം, ഈ 2026 ഞാൻ വനിതാ ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം ഇന്ന് ഇവിടെ വെച്ച് വിത്ത് എഫക്റ്റീവ് ഒഴിയുകയാണ്. എന്നിൽ അർപ്പിച്ച എല്ലാ ദൗത്യങ്ങളും അതിമനോഹരമായി നിർവഹിച്ചു. കാരണം സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടി എന്നോട് പറഞ്ഞത് ഞങ്ങൾ വിന്നബിലിറ്റി സീറ്റാ നോക്കുന്നതെന്ന്. വിന്നബിലിറ്റി എന്താണ്? സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണങ്ങളാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്കറിയാം, 2 ദുരന്തങ്ങളാണ്. ട്രംപ് സമൂഹ മാധ്യമത്തിലൂടെ രണ്ടാമത് വന്നൊരു ദുരന്തം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ആ ബൈഡൻ ആയിരുന്നെങ്കിൽ ആ ബൈഡനെ ബുദ്ധിയില്ലാന്നും മറ്റും പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഓളങ്ങളിലൂടെ സൃഷ്ടിച്ചുകൊണ്ട് കമലാ ഹാരിസിനെ പുറത്തിറക്കി ട്രംപ് അധികാരത്തിലേറി വന്നു. ആ ട്രംപിനെ കൊണ്ട് ഇന്ന് അമേരിക്കയും ബുദ്ധിമുട്ടാ, ലോകരാജ്യങ്ങൾ മുഴുവൻ ബുദ്ധിമുട്ടാ. നമ്മുടെ കൊച്ചു കേരളത്തിലൊരു സമൂഹ മാധ്യമങ്ങളിലൂടെ വിജയിച്ചു വന്നൊരു MLA ഉണ്ട് നമുക്ക് പാലക്കാട്. ആ MLA നിർത്തുമ്പോഴും ഇതേപോലെ തന്നെ നിർത്തരുത് എന്ന് പാർട്ടിക്കകത്ത് അതിശക്തമായിട്ട് പറഞ്ഞിരുന്നു. പക്ഷെ എന്താ, സമൂഹ മാധ്യമങ്ങളിലെ താരങ്ങളാണ്, സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് അവർക്ക് സഞ്ചരിക്കുന്നത്. അതിലൂടെ വിജയം കരിക്കാം. പക്ഷെ ആ MLA വിജയിച്ചു വന്നിട്ട് കേരളത്തിലെ സ്ഥിതി എന്താണുള്ളത്? കേരളത്തിലെ സ്ഥിതി ഒരുപാട് സ്ത്രീകളുടെ കണ്ണീര് കുടിക്കേണ്ടി വന്നു. യെസ്, ഇല്ലല്ല, പാർട്ടി ഇവിടെ ഇല്ലല്ലോ. പാർട്ടി എനിക്കല്ലേ, എനിക്ക് ഏത് പാർട്ടിയിലും പിന്നെ നൂർബിന റഷീദ് സാധാരണ രാഷ്ട്രീയക്കാരിയല്ല. വനിതാ ലീഗിന്റെ ദേശീയ സെക്രട്ടറി സ്ഥാനം ഞാനിത് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ എന്റെ നേതൃത്വത്തിന് മെയിൽ ചെയ്യുന്നത്. സംസ്ഥാന കമ്മിറ്റി ഇല്ല, അത് 2018 ഞാൻ ഒഴിഞ്ഞിരുന്നു. ദേശീയ കമ്മിറ്റി അതില്ല, ഞങ്ങൾ വെറും ക്ഷണിതാക്കൾ മാത്രമാണ്. അത് ഈ പാർട്ടി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സെക്രട്ടേറിയറ്റ് എന്ന് പറയും, ഇടക്ക് ക്ഷണിതാക്കൾ എന്ന് പറയും. എന്താണെന്ന് അവർ തീരുമാനിക്കട്ടെ. ലീഗ് മെമ്പർഷിപ്പ് ഇത് എന്റെ ഈ കൊല്ലത്ത് അവർ തരാൻ നിഷേധിക്കുമെന്ന് എനിക്കറിയില്ല. 2022 മെമ്പർഷിപ്പ് എന്റെ കയ്യിലുണ്ട്, അത് തുടരും. നാളത്തെ സ്ഥിതി ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ലീഗായിരിക്കും. കാരണം അതുകൊണ്ട് തന്നെയാണ് നാളെ എന്നുള്ള വിശ്വാസത്തിലല്ല ഞാൻ ഇത്രയും കാലം ജീവിച്ചത്, ഇന്നുകളിലാ ജീവിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാൻ നാളെ ഇല്ലെങ്കിലോ, അതുകൊണ്ട് ഇന്നുകളിൽ ഞാൻ പറയുന്നു. യെസ്, ചോദിക്കാം. അല്ല, ജനങ്ങളാണ്, ജനാധിപത്യത്തിൽ ജനങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത്. അല്ല, സോഷ്യൽ മീഡിയ പ്രളയങ്ങളല്ല വനിതാ എന്നല്ല, ഏത് സ്ഥാനാർത്ഥികളും നിയമസഭയിലേക്കാണ് പോകുന്നത്. നിയമസഭയിൽ പോകുമ്പോൾ പ്രദേശത്തിന്റെ വികസനം, ജനങ്ങളുടെ ക്ഷേമം, മറ്റു കാര്യങ്ങൾ. ഇപ്പൊ പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥി ഒരു 5 കൊല്ലം കോർപ്പറേഷനിൽ നിന്നിട്ട് അവര് തെളിയിച്ച് കാണിക്കട്ടെ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ. അങ്ങനെ തലമുറ മാറ്റം വേണമെന്നുണ്ടെങ്കിൽ അഫീഫ, ഒരുപാട് റുമൈസ, ഒരുപാട് കുട്ടികളുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ജില്ലാ ഡിവിഷനിൽ കടലുണ്ടിയിൽ
ആ സ്ഥാനാർത്ഥിക്ക് അല്ല വ്യക്തി എന്ന് പറയുന്നത്. ആ സ്ഥാനാർത്ഥിക്ക് കുഴപ്പം എന്തെന്ന് വെച്ചാൽ അവർ കുറ്റിച്ചിറയിലെ കൗൺസിലറാണ്. അത്രക്കും ലീഗിലോ യുവാക്കളിലോ യുവതികളിലോ എണ്ണം കുറവുണ്ടോ? ഓ, അവർക്കെതിരെ പ്രശ്നത്തിൻ്റെതല്ല പ്രശ്നം. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അയോഗ്യതയായി കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഹരിത എന്ന വിവാദം സൃഷ്ടിച്ചവരാണ്. അതെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മൂല്യങ്ങളില്ലേ? ഇത്രയും കാലത്തിന്റെ ഇടയിൽ പാണക്കാട് കുടുംബങ്ങളെ ഇത്ര അധികം മോശമായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തോട് ഞങ്ങൾക്ക് മനസ്സുകൊണ്ട് യോജിക്കാൻ പറ്റില്ല. അതെ, അതുകൊണ്ടാണ് ഞങ്ങളെ വിയോജിപ്പ് പറയുന്നത്. ഞങ്ങൾ കൊടുക്കരുത് എന്ന് ആദ്യമേ ഞങ്ങളുടെ വിയോജിപ്പ് പറഞ്ഞിരുന്നു. തങ്ങന്മാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. ഞങ്ങൾ ആ പാണക്കാട് കുടുംബത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നവരാണ്. ലോകത്താരും തങ്ങന്മാർക്കെതിരെ സംസാരിച്ചിട്ടില്ല. പാർട്ടി സാദിഖലി തങ്ങളെ 4ാം ഖലീഫ എന്ന് വിളിച്ചത്. നിങ്ങൾക്ക് ഇന്ന് വിരലിട്ടാൽ അതൊക്കെ കിടകിടന്ന് പറഞ്ഞ് വരും. പഴയ കാലമല്ല, പ്രിന്റ് മീഡിയ ആണെങ്കിൽ നമുക്ക് നിഷേധിക്കാം. ആർക്കാണ് PK നവാസിനെതിരെ അല്ല, തങ്ങളെയും തങ്ങളെ 4ാം ഖലീഫ എന്നാ വിളിച്ചത്. അപ്പൊ 4ാം ഖലീഫനെയും മോശമാക്കി പറഞ്ഞു, തങ്ങളെയും മോശമാക്കി പറഞ്ഞു. എന്നാൽ അതിൽ ഉറച്ചു നിൽക്കണ്ടേ? ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി ഏതറ്റം വരെയും ആ പരാതിയുമായി കേസ് നടത്തി മുന്നോട്ട് പോകണ്ടേ? ഭീഷണിപ്പെടുത്താന്നല്ല. കാരണം ഞാൻ പറയാം, കുനാൽ സാഹിബ് നേരെ ചൊവ്വയിൽ പറഞ്ഞു, ജോണി ചോദിച്ചപ്പം പറഞ്ഞു ഹരിതയുടെ കുട്ടികളെ കൊടുക്കുമെന്ന്. അപ്പം പറഞ്ഞു ഇല്ല, അവരെയൊക്കെ ഓരോ സ്ഥലത്ത് ഇരുത്തിയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ല, നിങ്ങളുടെ മീഡിയ ചാനലിലുള്ള ലൈവല്ല, അവിടെ ഉണ്ട് ജോണിയുടെ. അത് കഴിഞ്ഞ് ഞാൻ പലപ്രാവശ്യം കുനാൽ സാഹിബിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ തഹലിയക്ക് കൊടുക്കുന്ന ഇല്ല, തഹലിയ വരില്ല. പല പ്രാവശ്യം മലപ്പുറം ജില്ലയിലുള്ള പലരും എനിക്ക് ഫോട്ടോസ് ഇട്ട് വന്നു. നൂർബിൻത, ഇവര് നോക്കിയ ഡെയിലി പാണക്കാടും അവിടെ എത്തുന്നുണ്ട്, നിങ്ങൾ എങ്ങനെ മിണ്ടാണ്ടിരുന്നാ പറ്റോ? ഞാൻ കുനാൽ സാഹിബിനോട് ചോദിച്ചു, വനിതാ ലീഗ് അവിടെ വന്ന് ഇന്ന് വരെ സ്ഥാനാർത്ഥി നിർണയ വേളയിലോ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലോ ഒരു വനിതകൾ പോലും പാണക്കാടോ നേതാക്കന്മാരുടെ വീടുകളിലോ പോയി പറയാറില്ല. അത് പിന്നെ സമ്മർദ്ദം തന്നെയല്ലേ? ഭീഷണി എന്നല്ല പറയുന്നത്, അതെനിക്കറിയില്ല. ഭീഷണി അവരാണ് ഉയർത്തിയിരുന്നത് അന്ന് അവര് ഹരിത വിവാദത്തിൽ അവരെന്തൊക്കെ ഭീഷണിയായിരുന്നു പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ ഉയർത്തിയത്. ലത്തീഫ് തുറയൂറിന്റെ അങ്ങനെ പോകാറില്ല. പോയാല് തെറ്റില്ല, ദിവസം പോകേണ്ട ആവശ്യമില്ല എന്ന് കുനാൽ സാഹിബ് എന്നോട് പറഞ്ഞു. അതെ, തെറ്റില്ല, പോയിക്കോട്ടെ. അതേ, ഇത് നമുക്കും അവസരം തരണം എന്നാ പറയുന്നത്. ഉപയോഗിക്കാന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ, ഞങ്ങൾ 90കൾ മുതൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അല്ല, അങ്ങനെ നമ്മുടെ പാർട്ടിയിൽ ഇല്ല, മൂല്യങ്ങളിലില്ല. തിരിച്ചെടുത്താൽ ഞങ്ങൾക്ക് തന്നെ അറിയുന്നില്ല. ഞങ്ങൾ ചോദിച്ചു, അതല്ലേ ഞങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? വേണ്ട, വനിതാ ലീഗിനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ നിർത്തുന്നത്. അയ്യോ, അത് ഇവിടെയാണ് എന്റെ മാധ്യമ സുഹൃത്തുക്കളോട് ഞാനൊരു കാര്യം പറയുന്നത്. സീറ്റ് കിട്ടാത്തതിലല്ല ഈ വിഷമങ്ങളൊന്നും. സീറ്റ് കിട്ടാണ്ടെങ്കിൽ ഞാൻ എന്നോ പോണം. കാരണം 96-ൽ നൂർബിന റഷീദിനെയായിരുന്നു കോഴിക്കോട് സൗത്തിൽ പറഞ്ഞത്. കമറുനിസ അൻവർ വന്നു, അവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ചു. 2011-ൽ ഡൽഹിയിൽ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തിട്ട് ഇന്റർനാഷണൽ വിമൻസ് ഡേന്റെ 100th ഇയറിൽ അവിടെ ഞാൻ നിൽക്കുമ്പോൾ അവിടെ നിന്ന് 2011-ലെ തെരഞ്ഞെടുപ്പിലേക്ക് ഗുരുവായൂരിലോ ഇരവിപുരത്തോ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു വരുത്തിയിരുന്നു. എന്റെ കയ്യിൽ നിന്ന് കുറെ പല രീതിയിലുള്ള മാനസിക പ്രയാസം അന്നും ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. പിന്നെ തോറ്റതായില്ല. ഒരു സുഹൃത്ത് പറഞ്ഞു, മുനീർ സാഹിബ് ഇട്ടേച്ചു പോയ മണ്ഡലമാണ്. ഇത് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നത്. നിങ്ങൾ പറഞ്ഞ അല്ലല്ല, സിറ്റിംഗ് സീറ്റ് എന്ന് പറയുന്നത് രണ്ട് പ്രാവശ്യം ജയിച്ച് അല്ല. സിറ്റിംഗ് സീറ്റ് ആണെങ്കിൽ അദ്ദേഹത്തിന് അവിടെ മത്സരിക്കാം, അദ്ദേഹത്തിന് ആരോഗ്യപരമായ കാര്യങ്ങളുണ്ട്. അതല്ല, നിങ്ങളുടെ കാര്യമല്ല, ഞാൻ എന്റെ കാര്യം പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ, നിങ്ങളുടെ കാര്യം
അല്ലല്ലല്ല, തോൽവിക്ക് കാര്യം ഒന്നുമല്ല, ഒരു തോൽവി വ്യക്തിയല്ല, അത് നിൽക്കുന്നത് പാർട്ടിയാണ്, പ്രസ്ഥാനാണ്, നിലപാടാണ്. തോറ്റതിന്റെ കാരണം എന്താണെന്ന് ഞാൻ എന്റെ പാർട്ടിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. തോറ്റ എല്ലാ സ്ഥാനാർത്ഥികളുടെ മണ്ഡലങ്ങളും പിരിച്ചുവിട്ടിട്ടില്ല. ഞാൻ പ്രതിദാനം ചെയ്ത ഞാൻ നിന്ന മണ്ഡലത്തിലെ പാർട്ടി പിരിച്ചുവിട്ടിരുന്നു. അപ്പൊ തന്നെ പാർട്ടി അല്ല, അതിപ്പോ പറയണ്ടില്ല, അത് ഞാൻ പാർട്ടിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ അല്ല, ഒരിക്കലും അല്ല. ഞങ്ങൾക്ക് മൂല്യത്തിന്റെ അടിസ്ഥാനമായിട്ടാണ് വനിതാ ലീഗ്. അല്ല, പ്രതിദാനം ഞാൻ പറഞ്ഞിട്ടെ അല്ല, ഞങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങളുണ്ട്. ഞങ്ങൾക്ക് കാരണം ഞാൻ പറയാം, വനിതാ ലീഗിന്റെ ഒരു സംസ്ഥാന ട്രഷറർ മരിച്ചിട്ട് 1.5 കൊല്ലമായി. ഇതുവരെ അത് നമുക്ക് നികത്തി തന്നിട്ടില്ല. വനിതാ ലീഗ് ഇത് തന്നെയാണ്, പാർട്ടിക്കെതിരെ സംസാരിച്ചു. പക്ഷേ അല്ല അതൊരു ട്രെൻഡ് കീപ്പ് ചെയ്യും, അടുത്ത തലമുറയിലേക്ക് അത് കൈമാറും. ആരാണ്? അല്ല, PMA സലാമിനെ ഞങ്ങൾ പാർട്ടി എടുത്തോണ്ട് അംഗീകരിക്കുന്നു, ഇപ്പോഴും അംഗീകരിക്കുന്നില്ല എന്ന് പറയും. ഞങ്ങൾക്ക് മൂല്യാധിഷ്ഠിതമായി ഇല്ലെങ്കിൽ അതിൽ നിന്ന് മാറിക്കാനല്ലേ ഞാൻ വരുന്നത്. അതന്നല്ലേ ഞാൻ പറയുന്നത്. ഓ യെസ്, പുതിയ തലമുറയിൽ ഞാൻ പറഞ്ഞില്ലേ, പുതിയ തലമുറ വഴിതെറ്റാൻ പാടില്ല. വേണ്ട, ഞാൻ പറയാം, പണാധിപത്യം ഞാൻ പറയാം. സംസ്ഥാന വനിതാ ലീഗിന്റെ കമ്മിറ്റിയിൽ അതിശക്തമായി ഞാൻ പറഞ്ഞ ഒന്നായിരുന്നു, മുസ്ലിം ലീഗിന്റെ ഞാൻ പറയുന്നല്ലോ, വനിതകൾ ഇടക്കിടക്ക് ഗൾഫിൽ പോകുന്നുണ്ട്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വനിതകൾ എന്തിന് ഗൾഫിൽ പോകുന്നു? അവര് പോവാറില്ല. പാർട്ടിക്കൊരു കോഡ് ഓഫ് കോണ്ടാക്ട് ഇല്ല. പാർട്ടി അത് പെരുമാറ്റച്ചട്ടം അല്ല, നമുക്കും കൂടി പറഞ്ഞോട്ടേന്നേ. നിങ്ങളെ പുതിയ തലമുറക്ക് വേറൊരു നിയമം, വനിതകൾക്ക് വേറൊരു നിയമമാക്കി മാറ്റില്ലെന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ. പക്ഷെ പുതിയ തലമുറ ഒരുപാട് പേരുണ്ടേ. ഞങ്ങൾക്ക് ഒരുപാട് ചട്ടക്കൂടുകളാണ്, നമ്മുടെയൊക്കെ നിർബന്ധം അല്ല. എന്തിനാണെന്ന് പറയണം. പിന്നെ ഞങ്ങൾ നാളെ പിറ്റേന്ന് യെസ്, അതെ, അത് ആണുങ്ങൾ തീരുമാനിക്കട്ടെ. പണാധിപത്യം വലിയൊരു വിപത്താണ് സൃഷ്ടിക്കാൻ പോകുന്നത്. പണാധിപത്യം എന്താണ്? അല്ല, ഞാൻ നേരിട്ട് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ പാർട്ടി സെക്രട്ടറിയോട്, ജമാഅത്തെ ഇസ്ലാമിയുടെ നോമിനി ആണോ എന്ന് തന്നെ ഞാൻ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അവര് ചിരിച്ച് തള്ളിയിട്ടേ ഉള്ളൂ. എനിക്കറിയില്ല, ഞാനൊന്നും വിശ്വസിക്കുന്നില്ല. പാർട്ടി നേതൃത്വം പ്രഖ്യാപിച്ചു, പക്ഷെ ഒരു കൺസോൾട്ടേഷൻ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. വർഗീയപരമായിട്ട് ഇവിടെ യെസ്, അത് അവര് ബോധ്യപ്പെടുത്തേണ്ടതാണ് ഞങ്ങളോട്. ഞങ്ങൾ ഇത്രയും സമയം കാത്തുനിന്നു. അല്ല, എന്റെ അഭിപ്രായം പറയാൻ പാടില്ലല്ലോ. എനിക്ക് നേരിട്ട് അഭിപ്രായം അല്ല, ഞാൻ നേരിട്ടുള്ള സംഭവം എന്റെ സ്വന്തമായ അനുഭവങ്ങളാണ് പങ്കുവെച്ചത്, അഭിപ്രായങ്ങളല്ല പങ്കുവെച്ചത്. ഞാൻ പാർട്ടിക്കകത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളാ. ഊഹാപോഹങ്ങൾ ഞാൻ നടത്താറില്ല. അല്ല, നമുക്ക് ആർക്കും സമരത്തിൽ പങ്കെടുക്കാൻ പാടില്ലെന്നാണ് വനിതാ ലീഗ്. ഞാൻ പറഞ്ഞില്ലേ, സമരത്തിൽ വനിതാ ലീഗ് ഒന്നും പങ്കെടുക്കാൻ പാടില്ല. അതെനിക്കറിയില്ലല്ലോ, പാർട്ടിയോട് ചോദിക്കണ്ടേ. അല്ല, അവര് പറഞ്ഞോട്ടെ, ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിൽ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഞങ്ങൾക്കും കൂടി യോജിച്ച രീതിയിലുള്ള ഒരു പറയോ, നിങ്ങൾ പറഞ്ഞു. യെസ്, തീർച്ചയായും. അതല്ല, ഞാനൊന്ന് പറയട്ടെ. ഓക്കെ,
അല്ല അവര് തങ്ങൾ പറഞ്ഞു വനിതകളെല്ലാം വനിതാ ലീഗാണെന്നും ആണുങ്ങളൊക്കെ പുരുഷ ലീഗാണെന്നും. അപ്പൊ പിന്നെ അല്ല അവര് യുവതികളായിട്ടാണ് അല്ല യൂത്ത് ലീഗിന്റെ മുഖമായിട്ടാണല്ലോ വന്നത്. ജയന്തിയുടെ ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങള്. ജയന്തിയുടെ ആക്കരുത് എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അത് അവർക്കൊട്ട് ഫാത്തിമയുടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാമ്പത്തിക ആരോപണം മാത്രമല്ല സുഹൃത്തെ, നമ്മളിപ്പം ഈ സോഷ്യൽ മീഡിയക്ക് വേണ്ടിയാണ് അവർ അറസ്റ്റ് വരിക്കുന്നത്. ഈ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയിലെ പലരും ഞങ്ങളോട് പറഞ്ഞു അവർ കോർപ്പറേഷനിലെ സ്ലാബ് വീണ് മരിച്ച ആ ധർണയിൽ വെച്ച് അവരെടുത്ത ചിത്രങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് ഈ സമരങ്ങളിൽ ആരും പങ്കെടുക്കുന്നില്ലേ? ഈ ഫോട്ടോഷൂട്ടിന് വേണ്ടിയുള്ള സമരങ്ങളും അറസ്റ്റുമാണോ നമുക്ക് ആവശ്യം? യഥാർത്ഥത്തിൽ മറ്റെത്ര യൂത്ത് ലീഗിന്റെ കുട്ടികൾ ഇത്തരം സമരങ്ങളിൽ അറസ്റ്റ് വരിച്ച് ജയിലിൽ പോയി ഈ ഫോട്ടോഷൂട്ടിലൂടെയുള്ള സംസ്കാരമാണ് നമ്മൾ മാറ്റേണ്ടത്. നിങ്ങൾ പണിയെടുക്കൂ, പട പൊരുതിയിട്ട് തന്നെയാണ് ഞങ്ങളും സമരം ചെയ്തിട്ടുണ്ട്. ഞങ്ങളും മോദിയുടെ ഡൽഹിയിൽ പോയിട്ട് വനിതാ ലീഗ് പിന്നെ ആക്ടിനെതിരെ മോദിക്കെതിരെ ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ മോദി മഫ്ത ഊരാൻ പറഞ്ഞപ്പോൾ അതിനെതിരെ ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. പക്ഷെ റീലാണ് തന്നെ പ്രശ്നം. റിയൽ ലൈഫിലാണ് വേണ്ടത്. റീൽ ഉണ്ടാക്കാന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ്. രാവിലെ എണീച്ചിട്ട് ഒരു ഫോട്ടോഗ്രാഫർ ഇത് കണ്ടു വളരുന്ന യുവതലമുറ റീൽ മുസ്ലിം ലീഗിന്റേത് സ്ഥാനാർത്ഥി നിർണയം നടത്തിയവരോട് നിങ്ങൾ ചോദിക്കണം. ഞങ്ങൾ ഒന്നിലും ഭാഗമല്ല. ഞങ്ങളോട് ചോദിച്ചിട്ടില്ല, ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. ഞങ്ങള് 51% സ്ത്രീകൾ മത്സരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ പോലും വനിതാ ലീഗിന് സാന്നിധ്യമില്ല. പറയൂ എന്താ പ്രശ്നം? യെസ് അതന്നല്ലേ ഞാൻ ചോദിച്ചത്. അബ്ദുൾ സമദ് പൂക്കോട്ടൂരിനോട് ഞാൻ ചോദിച്ചത് അതന്നെയാണല്ലോ. ഇപ്പൊ എവിടെ പോയി നിങ്ങളുടെ ആദർശങ്ങൾ? ഒരു വനിതാ ലീഗിന്റെ 2 വ്യക്തികൾ ഒരു സദസ്സിൽ വന്നിരുന്നപ്പോഴായിരുന്നോ നിങ്ങൾക്ക് ഇത്ര വലിയ അസഹിഷ്ണുത, ഇൻടോളറൻസ്? അപ്പം ആ മാറ്റമുണ്ടല്ലോ, ആ മാറ്റം ഞങ്ങളൊന്ന് ബോധ്യപ്പെടുത്തി തന്നാൽ മതി, അത്രയേ ഉള്ളൂ. അല്ല, സമസ്ത അവരുടെ റോൾ നിർവഹിച്ചോട്ടെ. എല്ലാ റിലീജിയസ് ഓർഗനൈസേഷനും അവരുടെ റോൾ നിർവഹിച്ചോട്ടെ. അത് ഞങ്ങൾ എന്നും പാർട്ടിക്കകത്ത് പറയുന്നുണ്ട്. ഇപ്പൊ എവിടെ പോയിന്ന് ചോദിച്ചാൽ അവർ ഓരോന്നിനും ഞങ്ങളെങ്ങനെ അറ്റാക്ക് ചെയ്തോണ്ടിരുന്നു. അപ്പം ഇപ്പോഴത്തെ കാര്യങ്ങളെ എന്തുകൊണ്ട് അവർ അറ്റാക്ക് ചെയ്യുന്നില്ല? ഈ മുസ്ലിം കൺസോളിഡേഷൻ വരുന്നതിലാണ്. പിന്നെ ഞങ്ങളോട് എണീറ്റ് പോകാൻ പറഞ്ഞത് വ്യക്തിപരമല്ലേ? കമർനീസ് അൻവർ സ്റ്റേജിൽ നിന്ന് ഇറക്കി വിട്ടത് വ്യക്തിപരമായിട്ടല്ലേ? അവരെത്ര സീനിയർ ലീഡറായിരുന്നു കടപ്പുറത്തെ? അല്ല, അത് എന്തിന്റെ ധാർമ്മികതയുടെ പേരിലാണെങ്കിൽ എന്താണ് ധാർമ്മികത എന്ന് അവർ നമ്മളെ ബോധ്യപ്പെടുത്തട്ടെ. എവിടെ ഇറങ്ങിയിട്ടില്ല, ഇനി ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. അതെ, മുനീർ സാഹിബിന്റെതും സമൂഹ മാധ്യമങ്ങളിൽ മുനീർ സാഹിബിനോട് എന്താ കാണിച്ചത്? തീർത്തും അനീതിയല്ലേ? ഈ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടാക്കുന്ന ഓളങ്ങൾ എന്ന് പറയുന്നത് ഏത് ഹാൻഡിൽ നിന്നാ വരുന്നതെന്ന് ഞങ്ങൾക്കറിയാം, ഏത് ഗ്രൂപ്പിൽ നിന്നാ വരുന്നത് ഞങ്ങൾക്കറിയാം. മുനീർ സാഹിബിന് ആരോഗ്യമില്ല. മുനീർ സാഹിബിനെതിരെ ഒരുപാട് അറ്റാക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് വന്നു. മുനീർ സാഹിബിന് ലാസ്റ്റ് വരെ സീറ്റ് കൊടുക്കുമെന്ന് അദ്ദേഹത്തെ മോഹിപ്പിച്ചു, പറഞ്ഞു, ഉറപ്പിച്ചു, വാഗ്ദാനം നൽകി. പിന്നെ പുരുഷന്മാരുടെ കാര്യമൊന്നും ഞാൻ പറയാണ്ട് നിന്നതാ, നിങ്ങൾ ചോദിച്ചോണ്ട് പറയാം. അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് മുനീർ സാഹിബിനെ ഒഴിവാക്കി. പ്രചരണത്തിന്റെ ആ ഹാൻഡിൽസ് അറിയാലോ, അത് ഞാൻ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, എനിക്കറിയാം. പക്ഷെ ഇന്നിപ്പോ മുനീർ സാഹിബ് എല്ലാ വേദികളിലും സഞ്ചരിക്കുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ലല്ലോ. മുനീർ സാഹിബിന്റെ ബുദ്ധിയാണ് പാർട്ടിക്ക് ആവശ്യം. മുനീർ സാഹിബിനെയാണ് നമുക്ക് ആവശ്യം. മുനീർ സാഹിബ് ഹെൽത്ത് വീക്കായവരാരും എന്തായാലും ഒരു സമൂഹ മാധ്യമങ്ങളിൽ മുനീർ സാഹിബിനെതിരെ അതിമോശമായ രീതിയിൽ പ്രഖ്യാപനത്തിന് മുമ്പ് വന്നിരുന്നു. ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇതൊക്കെ ഓരോരോ ഹാൻഡിൽ നിന്ന് വരുന്നതാണെന്നും പറഞ്ഞിരുന്നു. മുനീർ സാഹിബ് എന്ന് പറയുന്ന മഹത്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തിയാണ്. ഇത് റണ്ണിംഗ് റേസിനല്ലല്ലോ പോകുന്നത് നിയമസഭയിൽ. ആയിക്കോട്ടെ, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിത്വമാണ്. അതൊക്കെ ഞാനിപ്പോ അംഗമല്ല, ഞാൻ റിസൈൻ ചെയ്തു. മെമ്പർഷിപ്പ് ഉണ്ടാവും. പാർട്ടി വിട്ടിട്ടില്ല. അതെ
തങ്ങളെ തള്ളിപ്പറയാൻ അതിലും വലിയ മോശമായി പറഞ്ഞില്ലേ? തങ്ങളല്ല തള്ളിപ്പറയുന്നത്, ഞങ്ങളുടെ ഒപ്പീനിയൻ ആണ് പറയുന്നത്, ഞങ്ങളുടെ വിയോജിപ്പാണ് രേഖപ്പെടുത്തുന്നത്. ഞങ്ങൾ അല്ല, ഞാൻ ആരെയും സ്വാധീനിച്ച് എന്റെ കൂട്ടണമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളല്ല. ഒറ്റയ്ക്കാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. എന്റെ മനസ്സിന്റെ തീരുമാനത്തിനനുസരിച്ചാണ് ഞാൻ ഈവൻ ലീഗ് നേതൃത്വത്തോട് ചർച്ച ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചർച്ച ചെയ്തിട്ടോ ഞങ്ങൾക്കായിരിക്കും ഗോഡ് ഫാദേഴ്സ് ഇല്ല. ഞങ്ങൾ ഒറ്റയ്ക്കാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രവർത്തിച്ചിട്ട് തന്നെയാണ് വനിതാ ലീഗ് എന്ന സംഘടന ഉണ്ടാക്കിയത്. നൂർബീന റഷീദ് വരുന്നോണ്ട് എല്ലാവരും മാറണമെന്ന് ഞാൻ പറയില്ല. ഞങ്ങൾ നിർദ്ദേശം കൊടുത്തതും നിങ്ങൾ ഫീൽഡിൽ ഉണ്ടാവണം എന്നാണ്. എനിക്കറിയില്ല, അവർക്കേ അറിയുള്ളൂ. ഇസ്ലാമിക മൂല്യങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്നുള്ള നിർവചനം അവരൊരു തീരുമാനിക്കട്ടെ. ഞാൻ വിശ്വസിക്കുന്ന രീതിയിലാണ്. ഫെമിനിസ്റ്റ് ഫാത്തിമയിൽ ഒരു ഡയലോഗ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഫെമിനിസ്റ്റ് ഫാത്തിമയിൽ എന്താ പറയുന്നത്? ഒരു സലാനും ചെല്ലി ഒരു തട്ട് വിട്ടാൽ എല്ലാം ആയി എന്ന് ആണോ എന്ന് നിങ്ങളൊക്കെ ചിന്തിച്ചാൽ മതി. എന്താണ് മൂല്യങ്ങൾ? വനിതാ ലീഗ് മുസ്ലിം ലീഗിലേ ഉള്ളൂ. ഇന്ന് വരെ ഞങ്ങൾക്ക് സെപ്പറേറ്റ് യൂത്ത് ലീഗിന് മെമ്പർഷിപ്പ് ഉണ്ട്, STUവിന് മെമ്പർഷിപ്പ് ഉണ്ട്, പിന്നെ കർഷക സംഘത്തിന് മെമ്പർഷിപ്പ് ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഞങ്ങൾക്ക് നിങ്ങൾ കണ്ടോ ഈ ഒരു ആ 16 കാലഘട്ടത്തിൽ പറഞ്ഞു വനിതകൾക്ക് ഒരു റോസ് മെമ്പർഷിപ്പും ആണുങ്ങൾക്ക് വേറൊരു മെമ്പർഷിപ്പും. അപ്പൊ ഈ റോസ് മെമ്പർഷിപ്പ് എടുത്തിട്ട് നിങ്ങളത് വേറെ തന്നെ വെക്കും. പക്ഷെ ഇവർക്ക് വനിതകളെ മാറ്റി നിർത്തി മെമ്പർഷിപ്പ് എടുക്കാനുള്ള ധൈര്യമില്ല. കാരണം മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ മുമ്പിൽ മെമ്പർഷിപ്പ് കുറഞ്ഞു പോകും. ഞങ്ങൾ ഉണ്ടെങ്കിലേ മെമ്പർഷിപ്പ് കൂട്ടിക്കാണിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഈ റോസിന്റേത് പോലും ഒന്നും ഞങ്ങളുടെ കയ്യിൽ തന്നിട്ടില്ല. വർഷാവർഷമല്ല അവര് അത് എന്ന് കേട്ടപ്പോ ഞാൻ പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. അയ്യോ, മതമൗലികവാദികൾ എന്നല്ല. ഇസ്ലാം ദീൻ എന്നൊന്നും പറയുന്നത് തീവ്രവാദമല്ല, മിതത്വമാണ്, മിതവാദികളാണ്. മറ്റുള്ളവരെ അംഗീകരിക്കാൻ ശ്രമിക്കണം, മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. ഒരു ഇസ്ലാം മൂല്യമാകൂല്ലോ. ജമാഅത്തെ ഇസ്ലാമിയുടെ മെമ്പർഷിപ്പ് എടുക്കുന്നതല്ലല്ലോ പിന്തുണക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. തെരഞ്ഞെടുപ്പ് രംഗത്തല്ല, സോഷ്യൽ മീഡിയ പറഞ്ഞു. അത് സോഷ്യൽ മീഡിയ ഞാൻ പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിൽ പാവങ്ങളാട്ടോ വനിതാ ലീഗ്, അവര് വളരെ നന്നായി വർക്ക്. സമൂഹ മാധ്യമങ്ങളിൽ രാവിലെ ഷൂസ് ഇടുന്ന്, കുപ്പായിടുന്ന്, അതിടുന്ന്, ഇതിടുന്ന്, ഇതൊക്കെയാണോ ഒരു ജനപ്രതിനിധിയായി പോയാൽ നമ്മൾ അവിടെ ചെയ്യേണ്ടത്? നിങ്ങൾ രാഷ്ട്രീയം ചർച്ച ചെയ്യോ? നമ്മുടെ കേരളം മുഴുവൻ ഇപ്പം രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ടോ? ഓ, കുഴപ്പമില്ല. എനിക്ക് എന്റെ അഭിഭാഷക ജോലിയുണ്ട്, എന്റെ വീടുമുണ്ട്, എന്റെ അടുക്കളയുമുണ്ട്. ഞാൻ നന്നായി കുക്ക് ചെയ്യുന്ന ആളാണ്. എല്ലാവർക്കും ഞാൻ ഭക്ഷണം എന്റെ കൈകൊണ്ട് ഉണ്ടാക്കി പോകുന്നതാണ്. ഒരിക്കലുമില്ല. ഒരു ഓഫർ കിട്ടിയാലും സ്വീകരിക്കുന്നതല്ല. ഒരു ഓഫർ കിട്ടിയാലും സ്വീകരിക്കും. കാരണം ഓഫറിന് വേണ്ടിയല്ല ഞങ്ങൾ ഇറങ്ങിയത്. അന്ന് ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല സുഹൃത്തെ. ഇന്ന് MLA ആവണം, MP ആവണമെന്നുള്ള സാധ്യതകളോടെ പലരും വരുന്നെങ്കിൽ ഞങ്ങൾ ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിലാ. മുസ്ലിം സ്ത്രീ പുറത്ത് കടക്കരുത് എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് വനിതാ ലീഗ് വന്നത്. മുസ്ലിം ലീഗ് തൊഴിലെടുക്കരുത് എന്ന് പറയുന്ന വനിതാ ലീഗ് എന്നല്ല, ഭാരവാഹിത്വത്തിൽ. അയ്യോ, ഇപ്പോഴത്തെ സീറ്റ് നിഷേധത്തിന് ഒരു ഇതുമല്ല കേട്ടോ. ഇപ്പോഴത്തെ സീറ്റ് നിഷേധവുമായി നിങ്ങൾ അത് കൂട്ടിക്കിഴക്കണ്ട. അതിന്റെ ഗാംഭീര്യം നിങ്ങൾ കളയരുത്. രാജിക്ക് കാരണം ഞങ്ങൾ വളർത്തിയെടുത്തി കൊണ്ടുവന്ന രീതിയിൽ വനിതാ ലീഗിന് വേണ്ടുന്ന രീതിയിലുള്ള പരിഗണന എന്ന് മാത്രമല്ല. ഇപ്പൊ ഞാൻ പറയില്ലേ, ദേശീയ കമ്മിറ്റി ഒരു കൊല്ലത്തിലധികമായി ദേശീയ കമ്മിറ്റി പുനഃസംഘടന ചെയ്യാണ്ട് നിൽക്കുന്നത്. ഇപ്പൊ അല്ല, വനിതാ ലീഗ് ദേശീയ കമ്മിറ്റി ജയന്തിയും അവരൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഖാദർ മൊയ്തീൻ സാഹിബ് ഒപ്പിട്ടിട്ട് ഇവിടെ അയച്ചിട്ടുണ്ട്. അതിപ്പോഴും കടലാസിൽ അങ്ങനെ കിടക്കുകയാണ്. ഓക്കെ, അതൊക്കെ യാദൃശികം തീർച്ചയായും. കാരണം ഇന്ന് പെസഹ വ്യാഴാഴ്ചയായിട്ട് ഞാൻ ഇന്നലെ വിളിക്കണം എന്ന് വിചാരിച്ചു. മെഞ്ഞാന്ന് രാത്രിയാണ് എനിക്ക് ഉൾവിളി ഉണ്ടായത്. ഞാൻ ആരും പറഞ്ഞിട്ട് ചെയ്യുന്ന ഒരാളല്ല, എന്നെ ആർക്കും അങ്ങനെ സ്വാധീനിക്കാൻ പറ്റില്ല. ഉൾവിളി ഉണ്ടായപ്പോ ഇന്നലെ ഏപ്രിൽ ഫുൾ ഡേ അല്ലേ, അന്ന് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ ചെയ്തു. ഇന്ന് ഹോളിഡേ, കോടതി ഹോളിഡേയാ.
ഒരിക്കലും എടുക്കൂല. ആയിരിക്കേ സോഷ്യൽ റീലിടുന്നതിന് പ്രശ്നമില്ല. സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്നതിന് നമ്മൾ ക്രിയാത്മകമായി നന്മ എന്ന് പറയുന്നത് തെറ്റ് ചെയ്യാതിരിക്കലല്ല കേട്ടോ. വെറും തെറ്റ് ചെയ്യാതിരിക്കലല്ല നന്മ എന്ന് പറയുന്നത്. നന്മ എന്ന് പറയുന്നത് തെറ്റിനെ പ്രതിരോധിക്കുകയും തെറ്റിനെതിരെ ശബ്ദിക്കുകയും വേണം. ഇന്നിപ്പം 85% ജനങ്ങളും തെറ്റിനെതിരെ ശബ്ദിക്കാൻ തയ്യാറാവുന്നില്ല. കുറെ പേര് ഇതിലൊന്നും താല്പര്യമില്ല. നമുക്കെന്താ കാര്യം എന്ന് പറഞ്ഞ് മാറി. കുറെ പേര് അയ്യോ ഞാൻ പറഞ്ഞാല് എന്റെ സ്ഥാനം പോയി പോവോ, എന്റെ ഇതായി പോവോ എന്ന് മാത്രമുള്ളത് കൊണ്ടാണ്. അപ്പൊ എല്ലാവർക്കും എന്നെ ശ്രമിച്ച അല്ല, പലരും ഇപ്പൊ അങ്ങനെയല്ലേ വിചാരിക്കും. ഞാൻ നിങ്ങളെന്നെ നിരീക്ഷിച്ചാൽ മതി. എല്ലാവർക്കും തൊഴിലുണ്ടോ? യുവാക്കൾക്കൊക്കെ തൊഴിലുണ്ടോ? അവർ എല്ലാം നിങ്ങളൊരു സോഷ്യൽ ഓഡിറ്റിന് വരണം. രാഷ്ട്രീയ പാർട്ടി, ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അവർ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാവണം. സോഷ്യൽ ഓഡിറ്റ് നിർബന്ധമാണ്. അവർ ലൈഫ് ഷുഡ് ബി ദ മെസ്സേജ് ടു ദ പീപ്പിൾ നൽകണം. എന്നാലേ നമുക്ക് കടന്നു വരുന്നവര് നല്ല മാർഗത്തിലേക്ക് വരുള്ളൂ. നിങ്ങൾ കാണുന്നില്ലേ? ഓ, ലീഗ് എന്നല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലവരും സോഷ്യൽ ഓഡിറ്റിന് വിധേയമാണ്. ലീഗ് മാത്രം. അയ്യോ, ഞാൻ ഉന്നയിച്ച വിഷയങ്ങളൊന്നും പരിഹരിക്കാൻ പറ്റാത്തതല്ലേ? കഴിഞ്ഞില്ലേ? കഴിഞ്ഞതല്ലേ? കഴിഞ്ഞ കാലങ്ങളിലൊന്നും കൃത്യമായ ഉത്തരം. പിന്നെ എനിക്ക് ഞാൻ സീറ്റില്ലാത്തതാണോ? എന്താ സുഹൃത്തെ, നിങ്ങൾ വരികൾക്കിടയിലൂടെ വായിക്കാൻ പാടില്ല. കാരണം എന്താണെന്നറിയോ?